TVS മോട്ടോർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ടോട്ടൽ സെയിൽസിൽ ഏകദേശം ഒരു 11% ഒരു വർധനവ്, അതായത് 5.43 ലക്ഷം യൂണിറ്റുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ടൂ വീലർ സെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10% ഒരു വർധനവ്, അതായത് 5.25 ലക്ഷം. അതിൽ തന്നെ ഡൊമസ്റ്റിക് സെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 8% ഒരു നേട്ടമുണ്ടാകുന്നു. EVയിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിലും സെയിൽസിൽ വർധനവുണ്ടാകുന്നു. 11% ഒരു വർധനമാണ് ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എക്സ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 21% ഒരു വർധനവ്, അതായത് 95,708 യൂണിറ്റുകളിൽ നിന്നും വർദ്ധിച്ചിട്ട് 1.15 ലക്ഷം യൂണിറ്റായിട്ട് വർദ്ധിക്കുന്നു. കൂടാതെ 3 വീലർ സെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70% ഒരു വലിയ ഒരു കുതിപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10,856 യൂണിറ്റുകളിൽ നിന്ന് 18,407 യൂണിറ്റായിട്ടുള്ള ഒരു വർധനവ് രേഖപ്പെടുത്താനും TVS മോട്ടോർ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ TVS മോട്ടോർ കമ്പനിയുടെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ചാർട്ടിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ടെക്നിക്കൽ ലെവലുകൾ ഏതൊക്കെയാണ്? ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടൈമിൽ ഒരു വീക്ക്നെസ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് റീസെൻ്റ്ലി 23 ഒക്ടോബറിലാണ് ഒരു വോളിയം ബേസ്ഡ് സെൽ ഓഫ് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് വീണ്ടും കണ്ടിന്യൂസ് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നേരിയ തോതിലുള്ള മുന്നേറ്റമാണെങ്കിൽ പോലും ഈ ഒരു ഹൈ, അതായത് 3720 എന്ന ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. റീസെൻറ്റ് സപ്പോർട്ടായി 3395 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നതെങ്കിൽ 2957 എന്ന ലോങ് ടേം സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.